സൺറൈസേഴ്സിനെതിരായ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ 10 റൺസ് തോൽവിക്ക് കാരണം കൂടോത്രമോ? മത്സരത്തിനിടെ ഗ്യാലറിയിലിരുന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ആരാധകൻ വിചിത്രമായ കൈമുദ്രകളും ഭാവങ്ങളും കാണിക്കുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഇതിനു പിന്നാലെ ശിവം ദുബൈയുടെ വിക്കറ്റ് വീണു. ഇതാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചയ്ക്ക് കാരണം. ആയുഷ് മാത്രയും ഋതുരാജ് ഗെയ്ക്വാദും ചേർന്ന് ചെന്നൈയുടെ സ്കോർ 66-ലെത്തിച്ചപ്പോഴാണ് ആയുഷിന് പരിക്കേൽക്കുന്നതും പുറത്താകുന്നതും. 4 ഓവറിൽ 66-1 എന്ന നിലയിലാണ് ആയുഷ് മാത്രയ്ക്ക് പരുക്കേൽക്കുന്നത്. പരുക്കേറ്റിട്ടും ബാറ്റിംഗ് തുടർന്ന ആയുഷ് 30 റൺസ് എടുത്ത് പുറത്തായി. തൊട്ടടുത്ത ഓവറിൽ ഗെയ്ക്വാദിനെയും ചെന്നൈക്ക് നഷ്ടമായി. മാത്യു ഷോട്ടും സർഫറാസ് ഖാനും 46 റൺസിന്റെ കൂട്ടുകെട്ട് കൂട്ടിച്ചേർത്തെങ്കിലും ഇഷാൻ മലിംഗ ഇരുവരെയും പുറത്താക്കി. ശേഷം ടീമിന് തിരിച്ചുവരാൻ സാധിച്ചില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മത്സരത്തിനിടെ ഹൈദരാബാദ് ആരാധകൻ ഗ്യാലറിയിലിരുന്ന് നാരങ്ങയിൽ മന്ത്രങ്ങൾ ചൊല്ലുന്ന വീഡിയോക്ക് പിന്നാലെയാണ് ചെന്നൈ ആരാധകർ കൂടോത്രം ആരോപിക്കുന്നത്. കണ്ടുനിന്നവർ തമാശ രൂപേണ ഇതിനെ ബ്ലാക്ക് മാജിക് എന്ന് വിളിച്ചതോടെ സംഗതി സോഷ്യൽ മീഡിയയിൽ സംസാരമായി. ഇതിനു പിന്നാലെ ഇക്കാര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് BCCIക്ക് പരാതി നൽകിയെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ബ്ലാക്ക് മാജിക് ചെന്നൈ താരങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തിയെന്നും വിക്കറ്റുകൾ വീഴാൻ കാരണമായെന്നുമാണ് പോസ്റ്ററിൽ പറയുന്നത്. ഇത് ചെന്നൈ ഔദ്യോഗികമായി നൽകിയതാണോ എന്ന് വ്യക്തമല്ല. ചേസിംഗിൽ സഞ്ജു സാംസണെ തുടക്കത്തിലെ നഷ്ടമായ ചെന്നൈക്ക് പിന്നീടുള്ള ശ്രദ്ധ ആയുഷ് മാത്രയിലായിരുന്നു. 12 പന്തിൽ 30 റൺസ് നേടി മികച്ച ഫോമിൽ നിൽക്കുമ്പോഴാണ് മാത്രെ പുറത്താകുന്നത്. പരിക്കേറ്റ താരത്തെ റിട്ടയർ ഹർട്ടിന് ശ്രമിക്കാതെ തുടരാൻ അനുവദിച്ച ചെന്നൈക്ക് പാളിയോ എന്നാണ് ആരാധകരുടെ ചോദ്യം. പ്രഫുൽ ഹിൻഗെയുടെ ഓവറിൽ 4 ബൗണ്ടറിയും 1 സിക്സറും അടക്കം 24 റൺസ് നേടിയ ശേഷമാണ് 4ാം ഓവറിലാണ് മാത്രയ്ക്ക് പരുക്കേൽക്കുന്നത്. 2ാം പന്തിൽ ക്യാപ്റ്റൻ ഗെയ്ക്വാദിനൊപ്പം 2 റൺസ് ഓടിയെടുക്കുന്നതിനിടെയാണ് മാത്രയ്ക്ക് കാലിൽ വേദന വരുന്നത്. ഓട്ടത്തിനു ശേഷം ആയുഷ് മുടന്തുന്നതും ഇടതുകാലിലെ ഹാംസ്ട്രിംഗ് മസിലിൽ അമർത്തിപ്പിടിക്കുകയും ചെയ്തു.